എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ഫാനും BLDC ആണ്. അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഫാനേക്കാളും വളരെയധികം കറണ്ട് ബില്ല് കുറയ്ക്കുന്ന ഒരു ഫാനാണ് BLDC ഫാൻ. നമ്മുടെ വീട്ടിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്ന ഫാനുകൾ മാത്രം BLDCയിലേക്ക് മാറ്റിയാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു കറണ്ട് ബില്ല് കുറവ് വരുന്നതായിരിക്കും. ചില വീട്ടിലൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നു, പിന്നെ രാത്രിയിൽ ഫുൾ വേറെ ഫാൻ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയുള്ളപ്പോൾ നിങ്ങൾ ആ രണ്ട് ഫാൻ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ സാധിക്കും. എൻ്റെ വീട്ടിലെ എല്ലാ ഫാനുകളും BLDC ആണെങ്കിലും വളരെ കുറഞ്ഞ ഫാനുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ചുമ്മാ കിടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന ഒരു കറണ്ട് ബില്ലാണ് ഈ കാണുന്നത്. ആവറേജ് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് 82 യൂണിറ്റാണ്. എൻ്റെ വീട്ടിൽ ഇത്ര ലോഡൊക്കെ ഉള്ളൂ, അതുകൊണ്ടാണ് കറണ്ട് ബില്ല് കുറയാൻ കാരണം. ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ എല്ലാ BLDC ഫാനും എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുമില്ല. എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാനുകൾ ഇനി ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് റെനേസ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ആറ്റംബർഗിൻ്റെയാണ്. അതിനുശേഷം റെനേസ പ്ലസ് അല്ല, സാധാ റെനേസ, ആറ്റംബർഗ് റെനേസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതിൽ കൂടുതലും ആറ്റംബർഗിൻ്റെ റെനേസ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അത് അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം, നമുക്കിത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ പവർ സപ്ലൈ വരുന്ന ഒരു ബോർഡാണ് കംപ്ലൈൻറ്റ് വരുന്നത്. അത് ഇതിനകത്ത് സെപ്പറേറ്റ് ഒരു അഡാപ്റ്റർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു 24 വോൾട്ട് കിട്ടുന്ന ഒരു അഡാപ്റ്റർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ഫാൻ്റെ ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ആറ്റംബർഗിൻ്റെ റെനേസ എന്ന് പറഞ്ഞൊരു ഫാൻ എൻ്റെ വീട്ടിൽ നിലവിൽ 5 എണ്ണമുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ ഈ റെനേസ നമ്മുടെ സോളാറിൽ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് 24 വോൾട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഈ കാണുന്ന ഒരു ഫാനും പിന്നെ അപ്പുറം എൻ്റെ റൂമിലുള്ള ഒരു ഫാനും നമ്മൾ 24 വോൾട്ട് DC കൊടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ഫാൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ വയർ താഴോട്ട് ഇറങ്ങിക്കുന്നത് കാണാം. അത് നമ്മൾ സോളാറിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ KCBയിലല്ല ഈ രണ്ട് ഫാനുകളും വർക്ക് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ റൂം. ഇവിടെയും നമ്മൾ സോളാർ വഴിയാണ് ഫാൻ വർക്ക് ചെയ്യുന്നത്. രണ്ട് ഫാൻ രാത്രിയിൽ കറങ്ങുന്നത് സോളാർ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് ഫാന് നമുക്ക് KCBയായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് കറണ്ട് ബില്ലിൻ്റെ ആവശ്യവുമില്ല. കറണ്ട് ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫാൻ എങ്ങനെയാണ് നമ്മൾ സോളാറിൽ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നില്ല. എൻ്റെ വീട്ടിൽ കൂടുതൽ സമയം KCBയിൽ ഉപയോഗിക്കുന്നത് ആകെ 2 ഫാനേ ഉള്ളൂ. അത് നമ്മുടെ ഹാളിൽ കിടക്കുന്ന ആറ്റംബർഗിൻ്റെ റെനേസ, ആ 2 മോഡൽ ഫാനുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള റൂമിലൊക്കെ വെറുതെ കിടക്കുകയാണ്. അവിടെ ഒന്നും ആരുമില്ല. ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ കൊറോണ ആയതുകൊണ്ട് ആരും വരുന്നില്ലാത്തതുകൊണ്ട് ആ ഫാനുകളൊക്കെ വെറുതെ കിടക്കുകയാണ്. ഇതാണ് നമുക്ക് റെനേസ എന്ന് പറഞ്ഞ മോഡലിൽ DC ഔട്ട് കിട്ടുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു അഡാപ്റ്റർ വഴിയോ അല്ലെങ്കിൽ 24 വോൾട്ട് DC എങ്ങനെയും കൊടുത്തിട്ട് സാധനം വർക്ക് ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് 2 ബാറ്ററി വെച്ചിട്ട് ഈസി ആയിട്ട് ഈ സാധനം വർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ തിയേറ്ററിൽ സെറ്റാക്കിയിരിക്കുന്ന ഫാനാണ്. ഇവിടെ നമ്മൾ ഇടയ്ക്ക് സിനിമ കാണുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ബ്ലാക്ക് കളർ ഫാനാണ് സെറ്റാക്കിയിരിക്കുന്നത്. ഇത് ആറ്റംബർഗിൻ്റെ റെനേസ എന്ന് പറഞ്ഞുള്ള മോഡലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തിയേറ്റർ ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ പെട്ടെന്ന് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ചില സാങ്കേതികപരമായ തകരാറ് മൂലം കുറച്ചധികം വൈകിപ്പോയി. നമുക്ക് BLDC ഫാൻ പല കളറിലും പല ഡിസൈനിലും പല ലുക്കിലും നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതൊക്കെ നമ്മുടെ ഒരു റൂമിലൊക്കെ ഒരു ഡിസൈനൊക്കെ അനുസരിച്ച് നമുക്ക് അതിനെ പറ്റിയ BLDC ഫാൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇനി അടുത്ത് കാണിക്കുന്ന 2 ഫാനും നമ്മുടെ വീട്ടിൽ തീരെ ഉപയോഗിക്കുന്നില്ലാത്ത ഫാനാണ്. എന്ന് വെച്ചാൽ ഈ 2 ഫാനും ചുമ്മാ കൊടുക്കുകയാണ്. ഒരെണ്ണം സൂപ്പർ ഫാനാണ്. ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഫാനാണ്. ഇത് വളരെയധികം വിലക്കുറവിൽ കിട്ടിയതുകൊണ്ട് മാത്രം മേടിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും ആദ്യമായിട്ട് മേടിച്ച ഒരു ഫാനാണ് ഓറിയൻറ്റിൻ്റെ. അത് 2019 മേടിച്ചാണ്. ആ ഫാനും ഉപയോഗിക്കുന്നില്ല. ആ 2 റൂമും ആരും യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് വെറുതെ കിടക്കുകയാണ്. അത് ഫാൻ ശരിക്കും പറഞ്ഞാൽ കറക്കാറുമില്ല, ചുമ്മാ കിടക്കുകയാണ്. 1350 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് നമുക്ക് BLDC ഫാൻ മേടിക്കാം എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ
ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ട കുറച്ച് ഫാനൊക്കെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഫാൻ്റെ മൊത്തത്തിലൊരു കഥകൾ. ഇതാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും ആദ്യം മേടിച്ച ഫാൻ 2019. എന്തായാലും BLDC ഫാനിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കറണ്ട് ബില്ലിൽ നല്ല കുറവുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ഫാനുകൾ മാത്രമേ മാറ്റേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് കുറച്ച് സമയം ഉപയോഗിക്കുന്ന ഫാൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ നഷ്ടമായിരിക്കും. കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ഫാൻ മാറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് ലാഭിക്കാനും സാധിക്കും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം.